Fuck, man. അയ്യോ. സോ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ആന്ധ്രാപ്രദേശിലാണുള്ളത്. ഇവിടെ കൊടുക്കുന്നത് മഴയാണ്, ഒരു ജാതി മഴയാണ്. ആൻഡ് ഞാൻ ഇന്ന് എൻ്റെ ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് കുറേ സോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. കുറേ വീഡിയോസ് എല്ലാം പെൻഡിങ് ആയിരുന്നു. പക്ഷെ ഇതെല്ലാം സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ വെച്ചിട്ട് എനിക്കൊരു പുറത്ത് നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയാണ് ഞാൻ ഒരു പ്രോപ്പർട്ടി ചീപ്പ് പ്രൈസിന് കണ്ടുപിടിച്ചു ടു ശ്രീകാക്കുളം. ആൻഡ് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ, ഒരു രക്ഷയില്ലാത്ത ചുട്ട മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴ, അടിവിട്ടും കാര്യങ്ങളൊക്കെയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സീനാണ്. ഞാൻ നല്ല ഡെഡായിട്ട് കിടന്ന് ഉറങ്ങാമായിരുന്നു. ഫ്രഷായി ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്തിട്ട് ഇനിയിപ്പോൾ എൻ്റെ ബൈക്കിൽ കുറച്ച് ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഐഡിയ ലക്ഷ്യം बिस्किट ने उस्मान ये उस्मान है उस्मान ये बिस्किट है तो യൂഷ്വൽ തിങ് ഫസ്റ്റ് ആക്ച്വലി ഇതാണ് ഇപ്പോൾ കറൻ്റ് ഉള്ള ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം. ആൻഡ് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ചായ ബിസ്ക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗുഡ് ഡേ ബിസ്ക്കറ്റ് ചായ. ആൻഡ് ഇവിടെ നല്ല അടിപൊളി വലിയൊരു മഴയായിരുന്നു. ആൻഡ് ഈ കാണുന്ന ഹോട്ടലിൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. ആൻഡ് അതിൻ്റെ അപ്പുറത്താണ് പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം, സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം അവിടെ. ഒരു കടയിൽ ചെന്നിട്ടുള്ള സീനുകളാണ് ഈ കാണുന്നത്. അതും ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് അറിയാണ്ടിട്ടുള്ള ഹലോ അയ്യോ എന്ന് പറഞ്ഞാ ഞാൻ കിടന്നുറങ്ങി ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 3 o'clock കഴിഞ്ഞിട്ട് പൊരിഞ്ഞ മഴ, ഭയങ്കര ഇടിവെട്ടും കാര്യങ്ങളും തെണ്ടർസ്റ്റോമൊക്കെ ആയിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രയും സീൻ മഴയായിരുന്നു. ആൻഡ് ഇപ്പോൾ ഒരു 1 hour മുമ്പാണ് ഒക്കെ ഒന്ന് ശാന്തമായ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ വാഷ് ചെയ്യേണ്ടത് ഇട്ടിട്ടുണ്ട്. കാലത്ത് ഡ്രൈ ആയാൽ മതിയായിരുന്നു. ഡ്രൈ ആയില്ലെങ്കിൽ പണിയാണ്, കാരണം മോർണിംഗ് എനിക്ക് ചെക്കൗട്ട് ഉള്ളതാണ്. സോ ഞാൻ റൂമിൻ്റെ ഫാൻ കാര്യങ്ങളെല്ലാം ഓൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 4 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ട്രൈ ചെയ്ത് ഓൾ ടൈം ഫേവറേറ്റ് സീൻ ഓഫ് ക്ലാസിക് 350. ഞാൻ എത്ര നാളും ക്ലാസിക് 350 യൂസ് ചെയ്തത് BS4 എഡിഷൻ, BS3 അല്ല BS4 എഡിഷനിൽ. BS3 BS4 എഡിഷനിലെ ഒരു ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ട്. സോ ഇതിൻ്റെ ക്ലാമ്പ് എപ്പോഴും ബ്രേക്കായി പോകും. ഞാൻ അത് ഓൾട്ടർ ചെയ്തൊരു സെപ്പറേറ്റ് ക്ലാമ്പ് സെറ്റ് ചെയ്തതാണ്. ആൻഡ് ഈ ഒരു ക്ലാമ്പ് ഇപ്പോൾ പുതിയത് പിന്നെയും ഇട്ടതാണ്. ഈ കമ്പനി ക്ലാമ്പ് ഒരിക്കലും നിൽക്കില്ല, വൈബ്രേഷൻ ജർക്കിങ്ങിൽ ഇവിടെ കട്ട് ഓഫ് ആയി പോകും. സോ ഇത് മെയിനായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. ആൻഡ് ഇതിപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ടാഗൊന്നും ഇല്ല, വൈറ്റായി ഇല്ല. സോ തൽക്കാലം ഇതിങ്ങനെ കിടക്കണം. ആൻഡ് നിയറസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ ഇതിവിടെ വെച്ച് ടൈ ചെയ്യണം. ആൻഡ് അടുത്ത് എവിടെയെങ്കിലും വെൽഡിങ് വർക്ക്ഷോപ്പ് കാണാമെന്നുണ്ടെങ്കിൽ സീറ്റ് ഫുൾ കംപ്ലീറ്റ് ആയിക്കണം. അതിനുള്ള ഇവിടുത്തെ ഈ ഒരു സ്പാനർ വേണം, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പാനർ കാര്യങ്ങൾ വേണം. ഇത്രയും സ്പാനേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ സീറ്റ് ടക്കിന് റിമൂവ് ചെയ്തിട്ട് നമുക്കിത് വെൽഡ് ചെയ്യാവുന്നതാണ്. വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ, ബാറ്ററി റിമൂവ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇൻ ബിറ്റ്വീനിലുള്ള ട്രാവലിംഗ് ഇടയിലുള്ള സീൻ കാര്യങ്ങളൊക്കെയാണ്. ലെറ്റ്സ് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റൂല്ലേ നമുക്ക് നോക്കാം. എന്താണെന്നറിയില്ല, ഇത് ഫിക്സ് ചെയ്യാണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറേ പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്തായാലും. സോ അതെന്തായാലും എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്തേ പറ്റൂ. ലെറ്റ്സ് അറിയില്ല, എവിടെയെങ്കിലും പോയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് പ്ലേസ് കണ്ടുപിടിച്ച് ഫിഗർ ഔട്ട് ചെയ്യണം. So day 5 of the trip series, from Andhra Pradesh nearby Vizag city, 40 kilometers out from Vizag city. So ഇന്നലെ ഫുൾ ഡേ റെസ്റ്റ് ഡേ, വാഷിംഗ് ഡേ, ആൻഡ് എഡിറ്റിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ആൻഡ് ചില്ലിങ് ഡേ ആയിരുന്നു. ആൻഡ് ഇന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് 11 മണിക്ക് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിച്ചു, ഫ്യൂലപ്പ് ചെയ്യണം. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് I think 200 kilometers ഫ്രം ശ്രീകാകുളമാണ്. And Srikakulam, Odisha. So this will be the route. And maybe straight Bhubaneswar ആയിരിക്കില്ല പോകുന്നത്. ബിറ്റ്വീനിൽ ടേൺ ചെയ്തിട്ട് വേറെ ഡീവിയേഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ പെട്രോൾ ബങ്ക് കാര്യങ്ങളെല്ലാം. ആൻഡ് ഇവിടെ നിന്ന് ഇപ്പോൾ ഫ്യൂലപ്പ് ചെയ്യണം. ബൈക്ക് ഒരു ഷെയ്ഡ് ചുട്ട വെയിലാണ്, ഒരു ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്യൂലപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ശേഷം ഫ്രഷപ്പായി പങ്കിന്ന് ഇനി ഫ്യൂലപ്പ് ചെയ്ത ശേഷം മാത്രമാണ് ഇവിടുന്ന് നെക്സ്റ്റ് പലാസ ശ്രീകാകുളം റൂട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫൈനലി ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ വോയിസ് ലൈക്ക് ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. വോയിസ് ലൈക്ക് വിസിബിളാണോ ലൈക്ക് വോയിസ് ലൈക്ക് ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഹൈവേ കൂടെ പോവായിരുന്നു. ഹൈവേ കൂടെ പോകുന്ന സമയത്ത് ഒരു അടിപൊളി വ്യൂ ആൻഡ് എനിക്ക് ലൈക്ക് സ്ട്രീറ്റ് പുറത്തായിരുന്നു വീടായിരുന്നു. നത്തിങ് വെയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അപ്പോഴാണ് ഈ ഒരു ലൈക്ക് പാട ഫുള്ള് കണ്ടത്. ആൻഡ് ഈ പാടത്തിൻ്റെ അത് അതർ സൈഡ് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഈ പോണ ആന്ധ്ര പോണ റൂട്ടിലെല്ലാം ലൈക്ക് ഒത്തിരി ഹനുമാൻ ലൈക്ക് ടെമ്പിൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് അതിൽ വൺ ഓഫ് ദ ടെമ്പിളിലാണ് ഞാനിപ്പോൾ നിൽക്കണേ. ഈ ടെമ്പിളിൻ്റെ നെയിം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആൻഡ് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജയ് ശ്രീറാം. റൈറ്റ് നൗ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ആന്ധ്ര ബോർഡർ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ലൈക്ക് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു റോഡ് സ്ട്രെയിറ്റ് ഞാൻ യൂ ടേൺ എടുത്ത് വന്നതാണ്. സ്ട്രെയിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഡീസ സൈഡിലേക്ക് ചെന്ന് ചാടും. ബട്ട് ഒഡീസ അല്ല പോകുന്നത്, ബട്ട് ഒഡീസയാണ് പോകുന്നത്. സോ പോണ വഴിക്ക് ലൈക്ക് ഓൾമോസ്റ്റ് ലോസ്റ്റ് ആയി പോയി. ആൻഡ് ഈ പിള്ളേർ എവിടെ നിന്ന് വന്നതാണ് ഇപ്പോൾ വീഡിയോ ഇവരാണ് വഴിയൊക്കെ പറഞ്ഞു തരുന്നത്, സെൽഫി എടുക്കണത് പറഞ്ഞിങ്ങനെ कैमरा ब्रो ओके ब्रो लाइक फॉलो शेयर Name Anil Dev. Nice to meet you. See you. Thank you for the support. See you.